നമസ്കാരം. ഏകദേശം 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഹീന്ദ്ര നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് അവരുടെ വാഹനങ്ങളൊക്കെ പുതിയ പുതിയ വാഹനങ്ങളൊക്കെ അൺവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ ഥാറിൻ്റെ ലോഞ്ച് മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആളുകൾ മഹീന്ദ്രയുടെ ഇവൻറ്റ്സിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഇന്ത്യയിൽ ഇത്തരം ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾക്ക് കാര്യമാത്രമായിട്ടുള്ളൊരു പ്രസക്തിയൊന്നുമില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ മുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ ടാക്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വില ഈ ഒരു വാഹനത്തിനുണ്ടാവും. ഈ ഒരു വാഹനം മാത്രമല്ല, ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ നിലവിലുള്ള വാഹനങ്ങളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടൊയോട്ടയുടെ ഹൈലക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായിരുന്ന വാഹനത്തേക്കാൾ ഒരുപാട് പോരായ്മകൾ ഇപ്പോൾ ഉള്ള വാഹനത്തിനുണ്ട്. പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഫാബ്രിക് സീറ്റുകളാണ് വന്നിട്ടുള്ളത്, ലെതർ റൈറ്റ് സീറ്റുകൾ കാര്യങ്ങളൊന്നുമല്ല. അത് മാത്രമല്ല റിയർ AC വെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വീലിൻ്റെ സൈസും കുറച്ചു എന്നുള്ളതാണ്. അത് ഹൈലക്സിൻ്റെ കാര്യമാണ്. ഇനി ഇസൂസുവിൻ്റെ D-Max V-Cross എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വിരലിൽ എണ്ണാവുന്ന ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ. പിന്നെ ഇതിനോടൊരു താല്പര്യം, എനിക്ക് ഈ വാഹനം തന്നെ വേണം, അങ്ങനെ ഒരു താല്പര്യത്തിൽ വരുന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തെ അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും, എനിക്കിത് തന്നെ വേണം എന്നുള്ള രീതിക്കാണ് അവർ ഇതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് മഹീന്ദ്ര അവരുടെ സ്കോർപിയോ N ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം സൗത്ത് ആഫ്രിക്കയിലാണ് ഈ ഒരു വാഹനത്തെ അൺവീൽ ചെയ്തത്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വെളിയിലേക്ക് വരുന്നത്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ കോണ്ടന്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ മഹീന്ദ്ര അൺവീൽ ചെയ്ത ലൈഫ് സ്റ്റൈൽ യൂട്ടിലിറ്റി സ്കോർപിയോ N ബേസ്ഡ് പിക്കപ്പ് ട്രക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിലുള്ള സ്കോർപിയോ Nൻ്റെ ചേസിസിലല്ല ഈ ഒരു വാഹനം വരുന്നത്. ഈ ഒരു വാഹനം വരുന്നത് ഒരു പുതിയ ചേസിസിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, SUV വാഹനങ്ങളുടെ ചേസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് വാഹനം മേടിച്ചാലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള SUV വാഹനങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മെക്കാനിക്കൽ സൈഡ് വളരെ കാര്യപ്രസക്തമായിട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഏത് വാഹനം മേടിച്ചാലും നിങ്ങൾ നോക്കണം. പക്ഷേ ഇത്തരം വാഹനങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പടി ഉയർന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു വാഹനം ഒരു വലിയ വാഹനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ലോങ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഒരു ലോങ്ങസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല, ഒരു ലോങ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഇത്. സ്കോർപിയോ Nൻ്റെ ചേസിസിൻ്റെ ഒരു എവല്യൂഷൻ അതാണ് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചേസിസിനകത്ത് കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപിയോ Nൻ്റെ ഫ്രണ്ട് ഫേഷ്യയായിട്ട് ഒരുപാട് സാദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ ഹെഡ്ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. പുതിയ തരം ഡിസൈൻ ലാംഗ്വേജ് ആണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിൽ ADAS സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ മഹീന്ദ്ര എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ത്യൻ ബയേഴ്സിൻ്റെ ഒരു നീഡ്സ് അനുസരിച്ച്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു എൻക്വയറി അല്ലെങ്കിൽ ഡിമാൻഡ് മാർക്കറ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തീർച്ചയായിട്ടും വരും. ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇലക്ട്രിക് വാഹനമല്ല ഇപ്പോൾ അൺവീൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു ICE വേർഷൻ തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ ഡീസൽ എഞ്ചിനും ഉണ്ട്, അത് മാത്രമല്ല പെട്രോളും ഉണ്ട്. പെട്രോൾ എഞ്ചിൻ നമുക്കറിയാം 2 ലിറ്റർ M സ്റ്റാലിയൻ ആണ്. 2.2 ലിറ്റർ M-HOC ഡീസൽ എഞ്ചിനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഈ വാഹനത്തിൽ തീർച്ചയായിട്ടും 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആയിരിക്കും വരാൻ പോകുന്നത്. അത് മാത്രമല്ല ഇന്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ലാർജ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഒരു ടാബ്ലറ്റ് കൈൻഡ് ഓഫ് നമ്മുടെ MG ഹെക്ടറിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പ് വലിയൊരു വെർട്ടിക്കൽ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും. അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വാഹനത്തിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ആ ഫുഡ് റെസ്റ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാൻസി കൈൻഡ് ഓഫ് ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒരു പ്രൊഡക്ഷൻ റെഡി മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ആയിട്ടുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ വരും. വാഹനത്തിൻ്റെ പ്രൈസിങ് അത് ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 19,70,000 രൂപയ്ക്ക് താഴെയായിരിക്കും. ഏപ്രിൽ 2027 കൂടി ഈ ഒരു വാഹനം
ഗ്ലോബലി ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇന്ത്യയിലേക്ക് എന്ന് വരും എന്നുള്ള കാര്യം ഇപ്പോഴും അവരൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സ്കോർപിയോ ലൈഫ് സ്റ്റൈലർ എന്നൊക്കെയാണ് ഈ ഒരു വാഹനത്തെ വിളിക്കുന്നതെങ്കിലും എന്താണ് സ്കോർപിയോ എന്ന് പറയുന്ന ഒരു നെയിം പ്ലേറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഒരു വാഹനത്തിന് ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ലൈഫ് സ്റ്റൈലർ എന്നുള്ള പേരിലൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനം വരുന്നത്. പക്ഷേ അതിനൊരു കൺഫർമേഷൻ ഒന്നുമില്ല. എന്തായാലും വാഹനം മെക്കാനിക്കലി നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി 4x4 ഓപ്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മളതിനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നിലവിലുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള ആ 2 എഞ്ചിൻ, അതായത് 2.2 ലിറ്റർ ഹെംഹോക്ക് എഞ്ചിനും അതുമാത്രമല്ല 2 ലിറ്റർ എം സ്റ്റാലിൻ എഞ്ചിനും, ഈ 2 വേർഷൻ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഒരു വാഹനത്തിന് കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ഈ ഒരു വാഹനം അൺവീൽ ചെയ്തിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഇന്ത്യ കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ വലിയൊരു മാർക്കറ്റാണ് എന്നുള്ളൊരു സത്യവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.